ஹாய். என்ன தண்ணி வேணுமா? காஃபி, டீ, ജ്യൂസ്? പിന്നെന്ന? ഇത് ശരിയാവൂല ആന്റി. ഏത് ശരിയാവില്ല? എനിക്ക് അവനെ വേണ്ട. എവന്? കേസുവയാ? അവനല്ല, ആ ഭാഗവതരില്ലേ അവൻ. ഭാഗവതരാ? ആ പാട്ട് പാടിക്കൊണ്ടിരിക്കണില്ലേ നേരം. ഓ, പാട്ട് പാടുற നമ്മ നീരവ്. ഓ നമ്മ നീരവ്. അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ ആന്റിക്ക്? ഇല്ല. അവൻ എന്നോട് എന്താണ് ചെയ്തതെന്ന് അറിയോ ആന്റിക്ക്? എന്നെ ചെയ്തു? അവൻ എന്നെ ചതിച്ചു. ചതിച്ചാ? എപ്പടി? അത് ആന്റി, അത് വലിയൊരു കഥയാണ്. സൊല്ല്. സമയമുണ്ടാ? ഞാൻ പറയാ ആന്റി. അതായത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ ക്ലാസ്സിലോട്ട് കേറി അങ്ങ് ചെല്ലുക. ക്ലാസ്സിൽ അത് ഞാൻ ഫസ്റ്റ് ഇയറിലെ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു ആന്റിക്ക്. ஆமா கேசு, அவளை சதிச்ச கதை சொல்லிட்டு இருக்கா. ചതിച്ച കഥയെ ബെസ്റ്റ് ഓളെടുത്തോണ്ട് പറഞ്ഞത് മാറൂടാ. കനകാന്റി എന്ത് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഒന്നുമല്ല. ആന്റിയൊക്കെ മറന്നേക്കുക. அப்படி மறக்கலாம் முடியாது, நீ சொல்லுமா. എന്നിട്ടുണ്ടല്ലോ തേങ്ങ ഉണ്ടായില്ല അവിടെ. ഒന്നുമില്ല. ഒന്നും ഉണ്ടായില്ല. ഇருக்கு, നീ சொல்லு. சொல்லല്ല് ചൊല്ലിപ്പോരുത്. കനകാന്റി ഞാൻ ചൊല്ലാം. അതായത് ഇവർ തമ്മിലുള്ള ചിന്ന പ്രശ്നം, ആ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ. റിലേഷൻഷിപ്പാ? அப்படின்னா அவங்க കപ്പിൾസ് தானே? ഞങ്ങൾ രണ്ടുപേരെ കോളേജിൽ ചേർന്ന സമയത്ത് നിങ്ങളുടെ കോളേജ് സമയത്ത് അച്ചാറിട്ടോണ്ടിരുന്നു. മിണ്ടാല് சொல்லட்டும்டா. നോ 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 ഞാൻ റിലേഷൻഷിപ്പ് എന്നാണോ പറഞ്ഞത്? ആമാ. തെറ്റിപ്പോയത്. സംഭവം രണ്ട് ടൈപ്പിലുള്ള ഷിപ്പ് ഉണ്ടല്ലോ. ഒന്ന് റിലേഷൻഷിപ്പ്, മറ്റേത് ഫ്രണ്ട്ഷിപ്പ്. ആനാ നീ சொன்னது റിലേഷൻഷിപ്പ് தானே? തെറ്റിയത് നാ കുളിക്കിയത് ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഷിപ്പ് തമ്മിൽ അങ്ങോട്ടും ഒന്ന് മാറിപ്പോയത്. ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് തമ്മിലുള്ളൊരു പ്രശ്നം ഞാനിങ്ങനെ സോൾവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. യേശു, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ എന്തായാലും ഒരെണ്ണം തീരുമാനിച്ചല്ലോ. ഇനിയിപ്പം അവന്റെ കാര്യത്തിന് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആദ്യം പറഞ്ഞ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് അവന്റെ വായും തന്നെ കേൾക്കണം. എന്നെ കാര്യം പറഞ്ഞു? അവള് പല കാര്യവും പറഞ്ഞ കാര്യം മൊത്തം ഞാൻ അങ്ങോട്ട് പറഞ്ഞണോ? ഒന്നുമില്ല. ഇപ്പൊ എന്റെ കൂടെ വന്നേ. ഞാൻ വരൂല. ആമാ, അവ சொல்லட்டும். അതെല്ലാം മുടിച്ചിട്ട് പോலாம். ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നും പറയാനില്ല. കനകാന്റി ആന്റി അവിടെ എന്തൊരു ചെയ്തോണ്ടിരുന്നേ? இதுதான் முக்கியம். என்ன பிரச்சனை தெரிய வேண்டாமா? നീ എന്റെ കൂടെ പറഞ്ഞോണ്ടാ? ഞാൻ വരൂല. ഒന്ന് വാവത്തെ. അന്നാ ഞാൻ വരാം. പക്ഷെ ഞാൻ കേശുവിന്റെ അടുത്ത് മാത്രം സംസാരിക്കുള്ളൂ. മതി. അങ്ങനെയാണ് ഞാൻ വരാം. വാ, നടാ പോ നടാ. കനകാന്റി, ഇത് സംഭവം എന്താണെന്നറിയൂ? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ആ പോയതുണ്ടല്ലോ, ഒരു കഥാകൃത്താണ്. കഥ എഴുത്തുകാരി വലിയ നാടകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ആ ഒരു പ്രോസസ്സിലാണ്. ഈ നാടകത്തിൻ്റെ കഥയാണ് ഈ കോളേജിൽ പഠിക്കുന്ന രണ്ട് പേര് തമ്മിൽ റിലേഷൻഷിപ്പ് അങ്ങനെ അടിച്ച് പിരിഞ്ഞ് അവരിലുണ്ടാകുന്ന സംഘർഷമാകുന്ന സംഭവങ്ങളാണ് ഈ നാടകം. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം പുള്ളിക്കാരി ഇതിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കാണിക്കും, സ്വന്തമായിട്ട് ഇങ്ങനെ അഭിനയിക്കും, എന്നിട്ട് ഈ നാടകം റെഡിയാക്കിയിട്ട് പോയി ചെയ്യും. ഒന്നും ഇങ്ങനെ കഥ വല്ലതും പറഞ്ഞോണ്ടൊന്നും കേട്ടോണ്ടൊന്നും നിന്ന് കളയില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നാടകത്തിൽ ക്യാരക്ടറാവും. അയ്യോ, പിന്നെ അവിടെ പോയി അഭിനയിക്കാൻ സമയമുണ്ടോ നമുക്ക്? അതില്ല. അപ്പൊ ഇനി എന്തോ പറഞ്ഞോട്ട് വന്നാലും അഥവാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ കഥ വല്ലതും പറഞ്ഞോണ്ട് വന്നാൽ നാടകം കണ്ടാ മതി കേട്ടാ. അമ്മൂമ്മ എവിടെ? അമ്മൂമ്മ കറിവേപ്പില ഓടിക്ക പോനാങ്ക. നന്നായി. പാവം വിഷമിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ട ചിലപ്പോ കരയും. അത് കുഴപ്പമില്ല. കുറച്ചേരം ഇരുന്ന് കരഞ്ഞ് ആർക്കെങ്കിലും പാട്ടൊക്കെ പാടിക്കൊടുത്ത് അങ്ങ് ഓക്കെ ആയിക്കോളും. ബാലാമണി, നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിടയിൽ തടകൾ വരില്ല. എടാ, ഞാൻ സംസാരിക്കണ്ടല്ലോ, അവനെന്നെ സമയമില്ലാത്തത്. അവന്റെ സമയമല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. വാ മക്കളെ, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കടാ. എന്താ
നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണ്ടേ? എനിക്ക് ബ്രേക്കപ്പ് വേണ്ട അല്ലേ? എനിക്ക് ബ്രേക്കപ്പ് വേണം. എനിക്ക് വേണ്ടി സമയം കണ്ടെത്താത്തവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എനിക്ക് സമയമില്ല. എനിക്ക് വേണ്ടി സമയം കണ്ടെത്താത്തവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എനിക്ക് സമയമില്ല. എനിക്ക് ബ്രേക്കപ്പ് വേണ്ട. നീ ചുമ്മാ ഇങ്ങനെ ബ്രേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലാഗടിപ്പിക്കാടാ. റിപ്പീറ്റേഷൻ പറഞ്ഞു. നീ പറ, എവക്ക് വേണ്ട സമയം കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ? കണ്ട 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 അവൻ മിണ്ടല്ല. അവന്റെ സമയമില്ല, അതാണ് ഉണ്ടാത്തത്. എന്റെ പൊന്നു ബാല, എനിക്ക് സമയമൊക്കെ ഉണ്ട്. പക്ഷെ ബാലയ്ക്ക് ആവശ്യമുള്ള സമയത്ത് സമയം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എടാ നിന്റെ സൗകര്യത്തിന് ഇവിടെ ആർക്കാ സമയം വേണ്ടേ? എടാ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് നിങ്ങൾ നിക്കണം, എന്നാലേ ഇത് വർക്കാവുള്ളൂ. നീ വന്നേ, ഇങ്ങ് വാ. എടാ ഒരുപാട് പ്രശ്നങ്ങള് ജീവിതത്തിൽ വരും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാലേ ബോണ്ട് സ്ട്രോങ് ആവും എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾക്ക് ഒരു കുമ്മളയുടെ ആഴ്ചയെ പാടുള്ളൂ. എങ്ങനെ? ഞാൻ പറയണത് എന്തെന്ന് വെച്ചാല് ഇന്ന് നമ്മളോടുണ്ട് ഉണ്ടേ, നാളെ നമ്മളൊക്കെ കാണുമെന്ന് ആർക്കറിയാം? ഇന്ന് നിങ്ങൾ അടിച്ചു പിരിയൂ, ഒന്നിക്കൂ എന്നുള്ളത് വേറെ കാര്യം. നാളെ നിങ്ങളുണ്ടാവൂ? അറിയൂ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ട് അങ്ങ് മുന്നോട്ട് പോകണം. കേട്ടിട്ടില്ലേ? വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം? എനിക്കറിയില്ല.